എക്സ്പെരിമെൻറ്റ് വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് ഈ കാണുന്നത്. ആ സർക്യൂട്ടിൽ 4 റെസിസ്റ്ററാണുള്ളത്. ഇവിടെ ഒരു R1 10 കിലോ ഓം, R2 10 കിലോ ഓം, പിന്നെ R3 ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഈ സാധനമാണ്. 10K പോർട്ട്. 10K പോർട്ടിന് 3 കാലുണ്ട് വരുന്നത്. 2 റെഡ് കളർ, 1 ബ്ലൂ ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ. സെൻറ്ററിൽ നിന്ന് എടുത്തേക്കുന്നത് ഒരു എൻഡ് തമ്മിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് പിടിച്ചോ. അപ്പോൾ ഇതിൽ ഈ 2 എടുത്താൽ മതി. ഒരു ബ്ലൂവും ഒരു ഇതും രണ്ടും ഒരേപോലത്തെ എടുക്കരുത്, അത് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഈ 2 ഇവിടെ എടുക്കാനുള്ളത്. പിന്നെ അൺനോണായിട്ട് തരുന്നത് ഈ വലിയൊരു റെസിസ്റ്ററാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കാനുള്ളത്. പിന്നെ ഇവിടെ ചെയ്യാനുള്ള ബാക്കി 2 10K കൊടുക്കാനുള്ളത് 1 ഇവിടെയും പിന്നെ 1 ഇവിടെയും. പിന്നെ വോൾട്ട്മീറ്റർ ഇവിടെ കൊടുക്കണം. വോൾട്ട്മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മൾട്ടിമീറ്റർ. ഇതിനെ നമ്മൾ DC വോൾട്ടേജിലാണ് ഇടുന്നത്. DC വോൾട്ടേജിൽ. അപ്പോൾ ഈ DC വോൾട്ടേജിൽ ഇട്ടിട്ട് ആ 2 പോയിൻറ്റിലാണ് നമ്മൾ 1 പോയിൻറ്റ് മുകളിലും 1 പോയിൻറ്റ് താഴെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം പിന്നെ പവർ സപ്ലൈ കൊടുക്കാനുള്ളത് ഈ 2 പോയിൻറ്റിലാണ്. ഈ 2 പോയിൻറ്റിൽ പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇനി കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ആദ്യം പവർ സപ്ലൈ എന്നുള്ള പോയിൻ്റാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. പവർ സപ്ലൈയിൽ കണ്ട ഇതിൽ 1 ഗ്രൗണ്ട്, 5 വോൾട്ടേജാണ്, +5 വോൾട്ടേജ്. ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ 5 വോൾട്ടേജിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് നമ്മളിപ്പോൾ ആദ്യം ഇതായിട്ട് കണക്ഷൻ കൊടുക്കാം. പോസിറ്റീവ് എടുത്തിട്ട് ഈ പോയിൻ്റാണ് കൊടുക്കുന്നത്. ആ പോയിൻറ്റിനുള്ള കണക്ഷൻ പോസിറ്റീവ് എന്ന് വന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഈ 5 ലൈൻ, ഇതിലുള്ള ഈ സ്ട്രൈറ്റുള്ള 5 എണ്ണത്തിലും +5 വോൾട്ടേജ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരേണ്ടത് 3 എണ്ണത്തിലേക്ക് പോകണം. ഇതിലേക്കും +5 കിട്ടണം. അപ്പോൾ ആ 10K. അപ്പോൾ 10K എടുത്തിട്ട് ഇതാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് R1. അപ്പോൾ R1 എടുത്തിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നു. R1 എടുത്തിട്ട് അവിടെ കുത്തി നിർത്തി. R2 അതുപോലെ തന്നെ എടുക്കണം. R2 അല്ല, ഇതിൽ കൊടുക്കുന്നത് RX ആണ്, അൺനോൺ ആണ് RX. അപ്പോൾ RX എടുത്തിട്ട് താഴത്തേക്ക് നിർത്തി. അപ്പോൾ ഈ 3 പോയിൻറ്റും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഈ പോയിൻറ്റും ഈ 5 വോൾട്ടേജ് നമ്മൾ കൊടുത്തതും കഴിഞ്ഞു. ഇനി ഈ 10Kയുടെ രണ്ടാമത്തെ പോയിൻറ്റ് പോകുന്നത് വേറൊരു പോയിൻറ്റിലേക്കാണ്. അവിടെ 3 പോയിൻറ്റ് വരുന്നുണ്ട്. വോൾട്ട്മീറ്ററിൻ്റെ ഒരു പോയിൻറ്റ് വരുന്നുണ്ട്, വേറൊരു 10Kയുടെ പോയിൻറ്റ് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആ പോയിൻ്റ് എടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തു, വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തു. ഇനി അതിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതിലേക്ക് വേറൊരു 10Kയുടെ ഇതും കൂടി വരുന്നുണ്ട്. വേറെ 10K അടുത്തൊരു 10K എടുത്തിട്ട് അതേ പോയിൻറ്റിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. ആ 10K എടുത്തിട്ട് അടുത്ത പോയിൻറ്റിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ്റായി ഒറ്റ ലൈനിൽ. ഇനി അതിലേക്ക് ഒരു വോൾട്ട്മീറ്ററിൻ്റെ ഒരു എൻഡ് കൊടുക്കണം, പോസിറ്റീവ്. അപ്പോൾ വോൾട്ട്മീറ്റർ എടുത്തിട്ട് അതിനെ ഓഫായിരിക്കുന്നതിനെ നമ്മളെടുത്തിട്ട് വോൾട്ടേജിലിടാം, DC വോൾട്ടേജിൽ. ഇപ്പുറത്തന്നെ AC ആണ്. അപ്പോൾ DC വോൾട്ടേജിൽ ഇട്ടിട്ട് പോസിറ്റീവ് എടുക്കുക. പോസിറ്റീവിൻ്റെ കണക്ഷൻ പോസിറ്റീവ് എടുത്തിട്ട് റെഡ് കളറാണ് പോസിറ്റീവ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ്. ഈ ബ്ലാക്ക് ആണെങ്കിൽ കോമൺ എന്നുള്ള നെഗറ്റീവ്, മറ്റേ പോസിറ്റീവ്. അപ്പോഴാണ് കറക്റ്റ് പ്ലസ് മൈനസ് കറക്റ്റ് കാണിക്കുന്നത്. അതെടുത്തിട്ട് ഈ പോയിൻറ്റിലാണ് കൊടുക്കാനുള്ളത്. ഈ 2 ചേർന്ന പോയിൻറ്റ്. അപ്പോൾ ഈ 2 കൂടി ചേർന്ന പോയിൻ്റാണിത്. കണ്ട ഈ പോയിൻറ്റ്. അപ്പോൾ ഇത് 3 സ്ട്രൈറ്റ് ലൈനിലായിരിക്കും, ഈ 3 എണ്ണം. ആ പോയിൻ്റാണ് നമ്മളിപ്പോൾ ഈ പോയിൻറ്റ് നമ്മൾ A എന്ന് പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് A എന്ന് പറഞ്ഞ പോയിൻറ്റ്. ഈ പോയിൻറ്റിൽ A എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്ക് കൊടുത്തു. ഇനി അപ്പോൾ ഇവിടുത്തെ 3 എണ്ണം കണക്ഷൻ കഴിയും. പിന്നെ അടുത്ത 3 എണ്ണമാണ് ഇത് B എന്ന് പറഞ്ഞ പോയിൻ്റ് ആണെങ്കിൽ B എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്ക് 3 എണ്ണം വേണം. അപ്പോൾ അതിൽ 1 എണ്ണം വന്നിട്ടുണ്ട്, 10Kയുടെ പോയിൻറ്റ്. ഇനി അതിലേക്ക് 2 എണ്ണം കൂടി വേണം. അതിലേക്ക് വേണ്ടത് 1 എണ്ണം വേണ്ടത് പവർ സപ്ലൈയുടെ നെഗറ്റീവാണ്. ഈ പവർ സപ്ലൈയുടെ നെഗറ്റീവ് ഇത് രണ്ടാമത്തെ സൈഡ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് B എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്ക് വരണം. അപ്പോൾ B എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്ക് കണക്ഷൻ കൊടുത്തു, അതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് കണക്ഷൻ കൊടുത്തു. ഇനി അതിലേക്ക് വരുന്ന മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്ററാണ്. ഇത് വേരിയബിളാണ്. വേരിയബിളാകുമ്പോൾ ഇത് പോർട്ടാണ്. പൊട്ടൻഷ്യോമീറ്റർ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ബ്ലൂവും ഒരു റെഡും സെൻറ്ററിലത്തെ പോയിൻ്റ് ഒരു എൻഡാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു എൻഡ് നമ്മളിപ്പോൾ ഉപയോഗിക്കേണ്ട. അപ്പോൾ അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇതിലത്തെ പോർട്ടിൻ്റെ കണക്ഷനും കഴിഞ്ഞു. ഇപ്പോൾ ഈ 3 കണക്ഷൻ കഴിഞ്ഞു. പവർ സപ്ലൈ നെഗറ്റീവും കഴിഞ്ഞു, പോർട്ടിൻ്റെ ഒരു പോയിൻറ്റും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ എൻഡ്, പോർട്ടിൻ്റെ രണ്ടാമത്തെ എൻഡ് C എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്കാണ് കൊടുക്കാൻ പറ്റും. അപ്പോൾ C എന്ന് പറഞ്ഞ പോയിൻറ്റിൽ 3 കണക്ഷൻ വരും. അതിൽ ഒന്നാമത്തെ കണക്ഷനാണ് പോർട്ടിൻ്റെ ഒരു എൻഡ്.
അതിലേക്ക് പോണത് പോർട്ടിൻ്റെ എൻഡിലേക്ക് പോകുന്ന ഒരെണ്ണം അമ്മീറ്ററിൻ്റെ അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ രണ്ടാമത്തെയാണ്. വേണം നമുക്ക് ഏത് ഇതാ റെക്കോർഡാണ്. റെക്കോർഡ് എടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ ഈ വോൾട്ട് മീറ്ററിൻ്റെ രണ്ടാമത്തെ എൻഡിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. വോൾട്ട് മീറ്ററിൻ്റെ രണ്ടാമത്തെ എൻഡ് സി എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് കൊടുക്കുന്നത്. നേരത്തെ ഇവിടെ എ ആയിരുന്നു, ഇവിടെ ബി ആയിരുന്നു, ഇവിടെ സി എന്നുള്ള പോയിന്റിലേക്ക് കൊടുത്തു. ഇനി മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ അൺനോൺ റെസിസ്റ്റൻസ് ആണ് ഇത്. അതെടുത്തിട്ട് സിയിലേക്ക് തന്നെ കൊടുക്കുന്നു. അതെടുത്തിട്ട് സിയിലേക്ക് കൊടുത്തു. അപ്പോൾ വേണ്ട ഇതിൽ 3 കണക്ഷനായി. ഡി എന്നുള്ള പോയിന്റിൽ 3 കണക്ഷൻ, പോസിറ്റീവ് ഈ 10K, R1 എന്നുള്ള 10K അൺനോൺ. ഇത് എ എന്നുള്ള പോയിന്റിൽ 3 കണക്ഷൻ, 10K അടുത്ത 10K വോൾട്ട് മീറ്റർ, അങ്ങനെ എല്ലാത്തിൻ്റെ കണക്ഷന്. ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിലൊരു റീഡിങ് കാണിക്കുന്നുണ്ടോ? ഇതിൽ റീഡിങ് ഇപ്പോൾ 0.41 എന്നുള്ള വോൾട്ടേജാണ് കാണിക്കുന്നത്. അത് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 0യിലേക്ക് വരും. ഇതിലേക്കാണ് വേണ്ട. ഇതിൽ ഈ സാധനം നമ്മൾ ഈ പോർട്ടാണ് തിരിക്കുന്നത്. ഈ പോർട്ട് തിരിക്കുന്നതനുസരിച്ചിട്ട് പ്ലസും മൈനസും ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിലുള്ള വാല്യൂ വേണ്ട, മൈനസിലേക്കും -1.64 ഇട്ടിട്ട് പ്ലസ് 2.22 വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് സീറോയുടെ അടുപ്പിച്ച് മൈനസിന് പ്ലസിൻ്റെ ഇടയിലായിട്ടുള്ളൊരു ഏറ്റവും കുറഞ്ഞൊരു വാല്യൂ ഇട്ട് എടുക്കാം. 0.05 അല്ലേ, 0.0. അപ്പോൾ ഏകദേശം സീറോയുടെ അടുത്ത് കിട്ടി. ഇത് കഴിയുമ്പോൾ ഈ പവർ ഇത് ഓൺ ആയിരിക്കില്ലേ, അപ്പോൾ ഇതിനെ ഓഫ് ചെയ്യണം. ഈ പവറിനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ പോർട്ടിന് മാറ്റണം. കാരണം ഈ പോർട്ടിന് അപ്പുറത്തുനിന്നുള്ള റീഡിങ്ങാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് അറിയണം. ഈ റെസിസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കണം വേറൊരു സ്ഥലത്തേക്ക്. ഇപ്പോൾ വേറെ 2 പോയിന്റിലേക്ക് മാറ്റി വെച്ചു. വേണ്ട, പോർട്ടിന് വേറെ സ്ഥലത്ത് മാറ്റി വെച്ചു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ മൾട്ടിമീറ്ററിനെ ഊരിയിട്ട് ഇതിനെ ക്രോസ് കണക്ട് ചെയ്യാം. അതിൻ്റെ അതേ ലൈനിൽ കണക്ട് ചെയ്യാം. അത് കഴിയുമ്പോൾ ഇത് എത്രയെന്നുള്ള വാല്യൂ അറിയാനായിട്ട് ഇതിനെ ഓമിലേക്ക് ഇടാം. ആദ്യം ഏറ്റവും കൂടുതലിടാം. ഏറ്റവും കൂടുതലിടും വേണ്ട, ഒരു പോയിന്റിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ തൊട്ട് താഴ്ത്തേക്ക് ആക്കാം. അപ്പോൾ 2.1 അപ്പോൾ കുറച്ചും കൂടിയും കിട്ടും. കാരണം ഇവിടെ 200K അല്ലേ, ഇവിടെ നമുക്ക് 20K ആണെങ്കിൽ 2 അല്ലേ, 20K ഇതിൽ കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ വേണ്ട 2.12. അപ്പോൾ നമ്മൾ ഈ അൺനോൺ കണ്ടുപിടിച്ചത്, അൺനോൺ അല്ല പൊട്ടൻഷ്യോമീറ്റർ പോർട്ട്. അപ്പോൾ R3 കണ്ടുപിടിച്ചത് എത്രയാണ്? 2.13. ഇവിടെ കിലോ എന്നല്ല കിടക്കുന്നത്, K എന്നായതുകൊണ്ട് 2.13 കിലോ ഓമാണ് കാണിക്കുന്നത്. അപ്പോൾ 2.13 കിലോ ഓം എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ബാക്കി ഇനി ചെയ്യാം. R1 എത്രയാണ് നമുക്കിവിടെ അറിയാം. R1 10 കിലോ ഓമാണ്, 10K ആണ്. R3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടുപിടിച്ചാണ് 2.13 കിലോ ഓമാണ്. ഇനി R2 ആണെങ്കിലും R2 ഇവിടെ 10K ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 10K. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇത് രണ്ടും തമ്മിൽ കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് 2.13 കിലോ ഓം. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാലൻസ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വാല്യൂസ് മാറ്റമുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റേഷ്യോ മാറിയായിരിക്കും കിട്ടാം. ഇത് രണ്ടും 10K ആയതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ തന്നെ നമുക്കിവിടെ കിട്ടുന്നത്. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. ബാലൻസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക.